ബുൾഡോസർ നടപടി ഇനി ഇന്ത്യയിൽ നടക്കില്ല. നമുക്ക് അറിയാം, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഭരിക്കുന്ന കക്ഷികൾക്കെതിരായി ആരെങ്കിലും നീങ്ങിയിട്ടുണ്ടെങ്കിൽ ബുൾഡോസർ കൊണ്ടുവന്ന് അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്ന സംഭവം ഡൽഹിയിലും യു പിയിലൊക്കെ ധാരാളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്, ചെറിയ തോതിലെങ്കിലും. സുപ്രീം കോടതി അതിന് വിരാമം ഇട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബുൾഡോസർ നടപടിക്കെതിരായി സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധി വന്നിരിക്കുന്നു. അത് റിട്ട് പെറ്റീഷൻ നമ്പർ 295/2022 അനുബന്ധ റിട്ട് പെറ്റീഷനിൽ ആണ് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച് ഒരു വെർഡിക്റ്റ് തന്നെ വന്നിരിക്കുന്നു. ഇന്ത്യയിലെ പൊതു ആവശ്യത്തിന് വേണ്ടി ഒരു ഗവൺമെന്റും നിങ്ങളുടെ വീട് ഇടിച്ചു നിരത്താനോ നിങ്ങളുടെ വസ്തു കയ്യേറാനോ ഇനി കഴിയില്ല എന്നുള്ളതാണ് സുപ്രധാനമായ ഈ വിധിയുടെ സാരം. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇനി നടക്കില്ല. കേരളത്തിലും സംസ്ഥാനത്തെ പല ഭാഗത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും അതുപോലെ പഞ്ചായത്തും ഒക്കെ ചില ആൾക്കാരുടെ വ്യക്തിവൈരാഗ്യം കാരണം അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് അവരുടെ വീട് ഇടിച്ചു നിരത്തി, പാവപ്പെട്ട വളരെയധികം ആൾക്കാരുടെ വീട് ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. അത് പൊതു പർപ്പസിനാണ്, പബ്ലിക് പർപ്പസിനാണ്, റോഡ് വൈഡനിങ് ആണ്. അങ്ങനെ പറഞ്ഞ് ധാരാളം ആൾക്കാർ ഉപദ്രവിച്ച ഒരു ചരിത്രം ഇന്ത്യയിലുണ്ട്. ഇപ്പൊ യു പിയിലെ പ്രയാഗ്രാജിലെ അവിടെ വികസന അതോറിറ്റിക്ക് വേണ്ടി അവരെ പാവപ്പെട്ട 10 പേരുടെ വീട് അവിടെ ഇടിച്ചു നിരപ്പാക്കി. അതിന് ഇപ്പോൾ ഒരു സുപ്രധാനമായ ഒരു വിധി വന്നിരിക്കുന്നു. 10 ലക്ഷം രൂപ വെച്ച് അവർക്ക് കൊടുക്കണം 6 വീട്ടുകാർക്ക്. അതൊരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആൾക്കാരെയാണ് വീട് ഇടിച്ചു നിരപ്പാക്കിയത്. അവരോടുള്ള വൈരാഗ്യം കൊണ്ട് ആ റോഡ് വൈഡനിങ്ങും അവർ വെച്ചിരിക്കുന്ന വീട് അനധികൃതമാണ് എന്നാണ് പറയുന്നത്. അവർ ജനിച്ചു വളർന്ന വീടാണ് ഇതൊക്കെ. ഇന്ത്യയിലെ രാഷ്ട്രീയമായി എതിർചേരിയിലുള്ളവരെ നശിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആ രീതിയിലുള്ളൊരു നടപടി ഇന്ത്യയിൽ നടക്കില്ല. അത് റിട്ട് പെറ്റീഷൻ 295/2022 അതിനോടനുബന്ധിച്ച് 10, 15, 20ഓളം സിവിൽ ക്രിമിനൽ റിട്ട് പെറ്റീഷന്റെ തീർപ്പാണ്. ആ തീർപ്പിലാണ് സുപ്രീം കോടതി സുപ്രധാനമായ ഈ വിധി നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി പൊതു ആവശ്യത്തിനായി സ്ഥലം എടുക്കണമെന്നുണ്ടെങ്കിൽ അധികാരികൾ അവർക്ക് നോട്ടീസ് കൊടുക്കണം, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, അവരുടെ വസ്തുവിൻ്റെ വിലയിടണം, അത് ന്യായമായ വില അവർക്ക് ലഭിക്കണം, അവരവിടെ നിന്ന് മാറാൻ തയ്യാറാണോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. സുപ്രീം കോടതി സുപ്രധാനമായ നമ്മുടെ കണ്ണ് നനയ്ക്കുന്ന ചില കാര്യങ്ങൾ നിരീക്ഷിച്ചു. കാരണം നമ്മുടെ ഒരു വീട്, ജനിച്ചു വളർന്ന വീട്, അത് ചിലപ്പം പുറമ്പോക്കിലായിരിക്കാം, അത് ചിലപ്പം പട്ടയ വസ്തുവിലായിരിക്കാം, അത് ചിലപ്പം വനത്തിൻ്റെ സൈഡിലായിരിക്കാം. പല ആൾക്കാർക്കും ജീവിക്കാൻ മാർഗമില്ലാതെ വരുമ്പം അവർ വീട് വെക്കും. ചിലപ്പോൾ അവരുടെ വല്യപ്പനും വല്യമ്മയായിരിക്കും വീട് വെച്ചത്, 2 തലമുറ കഴിഞ്ഞു പോയി. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ആ വീടിന് പട്ടയമില്ല, അല്ലെങ്കിൽ അതിന് യഥാർത്ഥ രേഖകളില്ല. പക്ഷെ ജനിച്ചു വളർന്ന സ്ഥലമാണ് 2 തലമുറകൾ. അതെങ്ങനെ നീക്കാൻ പറ്റും? സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ എല്ലാവരുടെയും വീടുകൾ അത് അനധികൃതമായാലും ശരി, വഴിയുടെ സൈഡിലായാലും ശരി, വേറൊരാളുടെ പറമ്പിലായാലും ശരി, അത് 2, 3 തലമുറകളായിട്ട് നമ്മൾ ജനിച്ചു വളർന്ന വീടാണത്. ആ വീടും വീടിൻ്റെ കോർട്ട്യാർഡും വീടിൻ്റെ പരിസരവും അത് നമ്മുടെ ജന്മത്തിൽ മുഴുവൻ നമ്മൾ മരിക്കുന്നിടം വരെ ഓർത്തിരിക്കും. ഇവിടുന്ന് നമ്മൾ പണമൊക്കെ ഉണ്ടാക്കി വിദേശത്ത് പോയി അവിടെ പോയി പണക്കാരനായാലും ജനിച്ചു വളർന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ നമ്മുടെ വീട്, പഴയ ചെറ്റ വീട്, അല്ലെ ഓടിട്ട വീട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുക വീട്, ആ വീട് 5 സെന്റിനകത്തായിരിക്കാം. അതിന് ചുറ്റുവട്ടത്തിലെ കോർട്ട്യാർഡ്, അവിടെയാണ് നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചു വളർന്നത്, അവിടെ കിടന്നാണ് വളർന്നത്. അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ് ഓരോ മനുഷ്യനും ആ വീടുമായിട്ടുണ്ട്. ആ വീടാണ് ബുൾഡോസർ വെച്ച് ഇവന്മാർ നിരത്തുന്നത്. അതിനെതിരായിട്ടാണ് സുപ്രീം കോടതി ഇപ്പം വിധി പറഞ്ഞത്. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകൾ, ചെറ്റ വീടായാലും ശരി, വലിയ വീടായാലും ശരി, നിങ്ങൾ ജനിച്ചു വളർന്ന വീടിനോട് നിങ്ങൾക്ക് വലിയ അറ്റാച്ച്മെന്റ് ഉണ്ട്, അതിനോട് വലിയ ബന്ധങ്ങളുണ്ട്. എപ്പോഴും ഏത് പൊസിഷനിൽ നിങ്ങൾ പോയാലും ശരി, ആ വീടും ആ വീടിൻ്റെ പരിസരവും, അതിനകത്ത് ചുറ്റുമുള്ള ചില ചെടികളും ചുറ്റുമുള്ള മരങ്ങളും അതിനടുത്തുള്ള കിളികളും അതിനകത്ത് വന്നു ചേരുന്ന പ്രകൃതിയിലെ ചില ജീവികളും അതിനടുത്തുള്ള ചില ആൾക്കാരും എല്ലാം നമ്മൾ മരിക്കുന്നിടം വരെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ആ വീട് ഇടിച്ചു നടത്താൻ പാടില്ല എന്നാണ്. അത്
നമ്മുടെ മൗലിക അവകാശത്തിന്റെ ലംഘനമാണ്. അവിടാണ് സുപ്രീം കോടതി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ്. നമ്മൾ ജനിച്ചു വളർന്ന വീടാണ്, അവിടെ കയ്യേറാൻ പറ്റില്ല. ഒരു പഞ്ചായത്തിനും ഒരു മുനിസിപ്പാലിറ്റിക്കും ഒരു കോർപ്പറേഷനും പറ്റില്ല. കാരണം അവര് ജയിലിലോട്ട് പോകുന്ന, കാരണം സുപ്രീം കോടതി കർശനമായിട്ട് വിലക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അതൊരു പബ്ലിക് പർപ്പസിന് എടുക്കേണ്ട ആവശ്യം വന്നെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കണം, അവരുടെ ഭാഗം കേൾക്കണം, അവരുടെ ന്യായമായ ഡിമാൻഡ് കേൾക്കണം. അവർക്ക് സറണ്ടർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ വല്ല പണിയും നോക്കണം നിങ്ങൾ. അല്ലെന്നുണ്ടെങ്കിൽ തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള തക്കതായ കോമ്പൻസേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ആ സ്ഥലം പൊതു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. അല്ലാതെ നേരത്തെയുള്ള ഏത് കാര്യത്തിനും നിങ്ങൾക്ക് പബ്ലിക് പർപ്പസ് എന്ന് പറഞ്ഞിട്ട് ആരുടെ വീട് ഇടിച്ചു നിരത്താനും ആരുടെ വീട് പൊളിച്ചു കളയാനും റോഡ് വൈഡനിങ് എന്ന് പറഞ്ഞ് പല ആൾക്കാരുടെ പരിപാവനമായ വീടും പരിസരവും നിരപ്പാക്കുക, അവരുടെ കിണർ നിരപ്പാക്കുക, അങ്ങനെയുള്ള അവരുടെ മാതാപിതാക്കളെ കുഴിച്ചിട്ട ആ പറമ്പ് മുഴുവൻ നശിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഇനി അവകാശം ആർക്കും ഇല്ല എന്ന് മനസ്സിലാക്കിക്കോണം. കാരണം പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ അനധികൃതമായ ഇതുപോലെയുള്ള തെറ്റുകൾ ധാരാളം വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇനി അത് നടക്കില്ല. നിങ്ങൾക്ക് അവർക്കെതിരെ അങ്ങനെ ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കയറിയവർക്കെതിരായ മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ, അല്ലെങ്കിൽ അവിടുത്തെ സെക്രട്ടറി, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ അവിടുത്തെ ചെയർമാന്, നഗരസഭ പിതാവ്, ആർക്കെതിരായിട്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കാനുള്ള അധികാരം ഉണ്ട്. ന്യായമായ നഷ്ടപരിഹാരം കിട്ടും. നിങ്ങൾക്കുണ്ടായ ആ സമൂഹത്തിലുണ്ടായ ആ മോശമായ അവസ്ഥ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. സുപ്രീം കോടതിയുടെ 295/2020 ഓർഡറും അതിന്റെ അനുബന്ധിച്ച ധാരാളം റിട്ട് പെറ്റീഷൻസ് ഉണ്ട്. 162/2022, 328/2022, അങ്ങനെ 10-20ഓളം റിട്ട് പെറ്റീഷൻസ് ഉണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് കൊടുത്ത് അവരെ ഭാഗങ്ങൾ കേട്ട് വേണം തീരുമാനം എടുക്കാൻ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും. മറ്റൊരു കാര്യം കൂടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു നോട്ടീസ് കിട്ടാതെ നിങ്ങളുടെ വീടിന്റെ അവിടെ കൊണ്ട് ഒട്ടിച്ചു വിട്ടുന്ന കുറെ പഞ്ചായത്തുകാരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻകാരും ഉണ്ട്. അതൊന്നും ഇനി നടക്കില്ല. അവിടെ കൊണ്ട് നോട്ടീസ് ഒട്ടിച്ച് സ്ഥലം വിടുന്ന പല പരിപാടി നമ്മളെ അറിയിച്ചെന്നുള്ള ആ പരിപാടി നടക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആരാണ് അവിടുത്തെ ഓണർ, അവർക്ക് നോട്ടീസ് പോയി നടത്തി അവരെ കൈപ്പറ്റി വേണം നടപടി സ്വീകരിക്കാനും കൂടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും UP പ്രയാഗ്രാജിലെ വികസന അതോറിറ്റി UPയിലെ ചില പ്രത്യേക വീടുകാരെ അവിടുന്ന് എവിക്റ്റ് ചെയ്തത് തെറ്റാണ്, എന്നിട്ട് ബുൾഡോസർ വെച്ച് അവിടെ മുഴുവൻ നിരപ്പാക്കി എടുത്തത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ന്യായമായ കോമ്പൻസേഷന് അവർക്ക് അർഹതയുണ്ട്. എന്തായാലും ഈ സുപ്രധാന വിധി എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ വീടും നിങ്ങളുടെ റോഡ് സൈഡിലായാലും ശരി, പുറമ്പോക്കിലായാലും ശരി, നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടമുള്ള കോട്ടയാടും സുരക്ഷിതമാണ് ഇന്ത്യയിലെ. അത് വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള നീക്കമായിട്ട് കണക്കാക്കും എന്ന് വേണം ഇതിന് നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് UPയിലെ അനുഭവം വെച്ചിട്ട് നേരത്തെ ഇതോടനുബന്ധിച്ച് സുപ്രീം കോടതി വിധികൾ 1-2 വന്നെങ്കിലും അതത്ര കാര്യമായി ആരും പരിഗണിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ബുൾഡോസർ നടപടിയിൽ സുപ്രീം കോടതി ഒരു കൃത്യമായ ഒരു വെർഡിക്റ്റ്, ഒരു ജഡ്ജ്മെന്റ് നടത്തിയിരിക്കുന്നു. അത് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ള ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ജഡ്ജ്മെന്റാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയെ എല്ലാവരും പ്രകീർത്തിക്കുകയാണ്. ആ ജഡ്ജ്മെന്റ് നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുള്ള വഴിയോരങ്ങളിലും കോടിക്കണക്കിന് പുറമ്പോക്കിലും വനത്തിന്റെ അതിർത്തിയിലും താമസിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഒരു രക്ഷാമാർഗമായി ഈ വിധി വന്നു കഴിഞ്ഞിരിക്കുന്നു.